ഹലോ എവരി വൺ. ഇന്ന് നമുക്ക് ടുവേർഡ്സ് ദ ഗംഗാറ്റിക് പ്ലെയിനിൻ്റെ സെക്കൻഡ് പാർട്ട് പഠിക്കാം. സൊസൈറ്റി ഇൻ ദ ഗംഗാറ്റിക് പ്ലെയിൻ. ഗംഗാറ്റിക് പ്ലെയിനിലെ സൊസൈറ്റിയുടെ ക്ലാസിഫിക്കേഷൻസ്. ബ്രാഹ്മണാസ്, ക്ഷത്രിയാസ്, വൈശ്യാസ്, ശൂദ്രാസ്. ദെൻ ബ്രാഹ്മണാസ് പ്രീസ്റ്റ് ആയിരുന്നു, ക്ഷത്രിയാസ് റൂളേഴ്സ് ആൻഡ് മിലിറ്ററി ഓഫീസേഴ്സ്, വൈശ്യാസ് ട്രേഡേഴ്സ് അഗ്രികൾച്ചറൽ വർക്ക്സ് ചെയ്തിരുന്നവർ, ശൂദ്രാസ് സെർവിങ് ദ ഹയർ വർണ്ണാസ് ബാക്കിയുള്ളവരെ സെർവ് ചെയ്യുക, എല്ലാ കാസ്റ്റിനേക്കാളും താഴെയുള്ളവരായിരുന്നു ശൂദ്രാസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതാണ്, എക്സാമിന് വരുന്നതാണ്. ദെൻ അതിനടിയിൽ ഒരു ബോക്സ് കാണാം. നെക്സ്റ്റ് പാർട്ട് സപ്ത സിന്ധു റീജിയൻ ഗംഗാറ്റിക് പ്ലെയിൻ കമ്പാരിസൺ ആണത്, അതും എക്സാമിന് വരുന്നതാണ്, 5 മാർക്സിനുള്ള ക്വസ്റ്റ്യൻ. ദ മെയിൻ ഓക്യുപ്പേഷൻ വാസ് കാറ്റിൽ റിയറിംഗ്. സപ്ത സിന്ധു റീജിയണിൽ ഗംഗാറ്റിക് പ്ലെയിനിൽ ഫാമിംഗ്. വിധാത്ത സഭാ സമിതിയാണ് സപ്ത സിന്ധു റീജിയണിൽ, ഇവിടെ ഗംഗാറ്റിക് പ്ലെയിനിൽ ജനപദ. സൊസൈറ്റി വാസ് സ്ട്രാറ്റിഫൈഡ് ഇൻ ടു 3. ദെൻ ഹിയർ society was stratified into 4. Then king, priest, common man. Here brahmanas, kshatriyas, vaishyas, shudras. Here simple beliefs and practices. In this part then complicated and complex worship. Tribes, here also tribes. Rise of cities. നഗരങ്ങളുടെ ഉത്ഭവം. The fertility of the soil and the use of iron made the Gangatic Plain better agricultural land. This facilitated surplus production and also growth of exchange centers. These exchange centers later developed into the cities. People started to settle down in the cities for trade. അതുവരെയാണ് അതിൻ്റെ ആൻസർ. റൈറ്റ് എ നോട്ട് അബൌട്ട് ദ റൈസ് ഓഫ് സിറ്റീസ് ഇൻ ദ ഗംഗാറ്റിക് പ്ലെയിൻ. അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് ഉണ്ടായി, അപ്പോൾ അവർക്ക് സർപ്ലസ് പ്രൊഡക്ഷൻ പറഞ്ഞാൽ അവർ പ്രൊഡ്യൂസ് ചെയ്ത വസ്തുക്കൾ ബാക്കി വന്നു, അതവർ സ്റ്റോർ ചെയ്തു, എന്നിട്ട് അത് എക്സ്ചേഞ്ച് ചെയ്തു തുടങ്ങി, അങ്ങനെ സിറ്റീസ് ഉത്ഭവിച്ചു. നെക്സ്റ്റ്, ഫോർമേഷൻ ഓഫ് ന്യൂ ഐഡിയാസ്. ക്വസ്റ്റ്യൻ, what factors might have prompted the formation of new ideas? The increase of yagas and the animal sacrifice in association with them adversely affected the progress in agriculture. യാഗാസ് ഒക്കെ ഇൻക്രീസ് ചെയ്തു, ഇത് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷനെ അഡ്വേഴ്സ്ലി എഫക്റ്റഡ് പറഞ്ഞാൽ നെഗറ്റീവ്ലി എഫക്റ്റ് ചെയ്തു. വിത്ത് ആൻ ഇൻക്രീസ് ഇൻ റിച്ചസ് ആൻഡ് സാക്രിഫൈസസ് ദ പ്രീസ്റ്റ് സ്റ്റാർട്ടഡ് അമൈസിങ് വെൽത്ത് ഇൻ ദ സൊസൈറ്റി. ഇറ്റ് എക്സർട്ടഡ് സുപ്രീമസി ഓവർ അതേഴ്സ്. പ്രീസ്റ്റ് പറഞ്ഞാൽ പുരോഹിതന്മാർക്ക് സൊസൈറ്റിയിൽ ഒരു വലിയ സ്ഥാനം ലഭിച്ചു, അവർ മറ്റുള്ളവരുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചു. വിത്ത് ദ ഗ്രോത്ത് ഓഫ് ട്രേഡ് ദ സിറ്റീസ് ദ വൈശ്യാസ് ബിക്കെയിം വെൽത്തി. ദോ ദേ വേർ വെൽത്തി, ദേ വേർ പ്ലേസ്ഡ് ഇൻ ദ ലോവർ പൊസിഷൻ ഓഫ് ദ സൊസൈറ്റി. വൈശ്യാസ് വെൽത്തിയായി, സമ്പന്നരായി, പക്ഷേ അവർക്ക് സൊസൈറ്റിയിൽ നല്ലൊരു സ്ഥാനം കിട്ടിയില്ല, അത് കിട്ടിയിരുന്നത് പ്രീസ്റ്റിനായിരുന്നു. അതിനു താഴെ മറ്റൊരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ്. ഹൂ വേർ ശ്രമണാസ്? എഗെയിൻസ്റ്റ് ദി സൊസൈറ്റിക്കൽ സ്ട്രക്ചർ വേരിയസ് സ്ട്രീംസ് ഓഫ് തോട്ട്സ് എമർജ്ഡ് ഇൻ ദ നോർത്ത് ഈസ്റ്റേൺ റീജിയൻ ഓഫ് ഇന്ത്യ. ഫോളോവേഴ്സ് ഓഫ് ദ സ്ട്രീംസ് ഓഫ് തോട്ട് വേർ നോൺ ആസ് ശ്രമണാസ്. നമ്മളിപ്പോൾ പഠിച്ചു സൊസൈറ്റിയെ 4 ഡിവൈഡ് ചെയ്തിരുന്നു, ബ്രാഹ്മണാസ്, ക്ഷത്രിയാസ്, വൈശ്യാസ്, ശൂദ്രാസ്. അപ്പോൾ ഇങ്ങനെ ആയപ്പോൾ സൊസൈറ്റിയിൽ ഇനിക്വാളിറ്റീസ് നിലനിന്നിരുന്നു. ഇതിനെതിരെ രൂപം കൊണ്ടതാണ് ശ്രമണാസ്. ഇതിലെ 2 പ്രധാന വിഭാഗങ്ങളായിരുന്നു ബുദ്ധിസവും ജൈനിസവും. ഇനി നമുക്ക് ആ ഭാഗം പഠിക്കാം. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതും നിങ്ങൾക്ക് എക്സാമിന് റൈറ്റ് എ നോട്ട് അബൌട്ട് ബുദ്ധിസം എന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എഴുതാനുമായിട്ട് ഉള്ള ആൻസേഴ്സ് ഞാൻ പറയാം. Sri Buddha was the founder of Buddhism. Then it grown up 6th century BCE. The most important tenets was ahimsa. Tenets means principle. Sri Buddha gave importance to one's own karma. Karma means their own action. Then the Tripitakas written in Pali language comprise the main tenets of Buddhism. ബുദ്ധിസത്തിൻ്റെ സേക്രഡ് ബുക്കായിരുന്നു ത്രിപിടകാസ്. അത് സുത്ത പിടക, വിനയ പിടക, അഭിധർമ്മ പിടക എന്നിവയായിരുന്നു. അതും ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ദെൻ ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് ബുദ്ധിസം ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് വന്നതാണ്. ബുദ്ധിസം ഹെൽപ്ഡ് ദ ഗ്രോത്ത് ഓഫ് ഡെമോക്രാറ്റിക് ആൻഡ് വാല്യൂ ഓറിയൻറ്റഡ് അവെയർനെസ് ഇൻ ദ society. For spreading Buddhism, many caves, chaityas, viharas and villas were built. These were the evidence for the progress in the field of art and architecture. അതിൻ്റെ കൂടെ ഈ ഒരു ഭാഗം കൂടെ ആഡ് ചെയ്യണം. ബുദ്ധിസം ഓൾസോ പ്ലേഡ് എ മേജർ റോൾ ഇൻ പ്രൊമോട്ടിംഗ് ട്രേഡ് ആൻഡ് കൾച്ചറൽ റിലേഷൻസ് ബിറ്റ്വീൻ India and neighboring countries.
The Buddhist Viharas played an important role in the progress of education in India. The universities of Nalanda, Takshashila and Vikramashila were key centers of education and Buddhist teachings. അതുവരെ വേണം. Gradually, Buddhism split into two parts. They are Mahayana and Hinayana Buddhism. എക്സാമിന് വന്ന ഭാഗമാണ്. What are the two parts of Buddhism? Mahayana and Hinayana Buddhism. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ജൈനിസത്തെക്കുറിച്ചും മഹാജനപദാസ് എന്നിവയെക്കുറിച്ചുമെല്ലാം പഠിക്കാം. ഇതൊരു വലിയ ചാപ്റ്റർ ആയതുകൊണ്ട് നമുക്ക് സെക്കൻഡ് പാർട്ടിൽ കഴിഞ്ഞിട്ടില്ല, ഒരു പാർട്ടും കൂടെ എടുക്കേണ്ടി വരും. ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക്